ഹായ് ഫ്രണ്ട്സ്, ഒരു ചായയൊക്കെ എടുത്ത് രാവിലെ തന്നെ വർത്തമാനം പറഞ്ഞിരിക്കാനായിട്ട് കോലയിലേക്ക് ഇറങ്ങിയതാണ്. ഇവരുടെ സംസാരത്തിന് പുറമെ കിളികളും മറ്റെന്തൊക്കെയോ ജീവികളും പുറത്തുനിന്ന് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഒരു പ്രവാസി എന്ന നിലക്ക് അത് കേട്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിനിടക്കാണ് പണ്ട് മുതലേ ഹോം ഡെലിവറി സംവിധാനം ഒരുക്കിയിട്ടുള്ള മീൻകാരൻ എത്തിയത്. മീൻ വണ്ടിയുടെ സൗണ്ട് കേട്ടതും ഉമ്മിയും അയലത്തെ വീട്ടിലെ പിള്ളേരും ഉപ്പയും നേനും എല്ലാവരും എത്തി എന്തൊക്കെയോ മീൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടെ കോഴിക്കോട്ടേക്ക് തിരിച്ചു. കോട്ടക്കലെത്തിയപ്പോൾ റോഡ് നല്ല തിരക്കായിരുന്നു. അപ്പോഴാണ് ഈ ഒരു ബസ് കണ്ടക്ടറെ കണ്ടത്. റോഡിന് നടുവിൽ എന്താണ് പിരിവെടുക്കുന്നത് നോക്കിയപ്പോഴാണ് പുറകിൽ വരുന്ന ബസ്സിന് സ്ഥലം ഉണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് ദൂരെ യാത്ര ചെയ്തപ്പോൾ ഒരിളനീർ കുടിക്കാനായിട്ട് ഈ കടയിൽ കയറിയത്. ഇതൊരു പ്രായമായ മനുഷ്യൻ നടത്തുന്നതാണ്. ഇതിന്റെ അടുത്ത് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വീടുള്ളത്. അങ്ങനെ അടിപൊളി ഇളനീർ ഷേക്കും കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ കോഴിക്കോട് പാരകളിലെത്തി. അത്യാവശ്യം തിരക്കുള്ളതുകൊണ്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഈ ഒരു തലനാരിലേക്ക് രക്ഷപ്പെടുന്ന ബൈക്കുകാരനെ കണ്ടത്. നാട്ടിൽ ആർക്കും ഒരു ശ്രദ്ധയും മാന്യതയും ഒന്നും ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഫേമസ് ആയിട്ടുള്ള ബിരിയാണി കഴിക്കാനായിട്ട് പിന്നെ നേരെ വിട്ടത് നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്ക്. ആ സമയത്ത് അവിടെ ഒരു റാമ്പ് വാക്ക് നടക്കുന്നുണ്ട്. മാളും കാര്യങ്ങളൊക്കെ സാധാരണ കറങ്ങുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോറടിച്ച് നമ്മൾ നേരെ വിട്ടത് കോഴിക്കോട് ബീച്ചിലേക്കായിരുന്നു. ബീച്ചിൽ നിന്ന് പൊട്ടാസ് പൊട്ടിക്കലും ഉപ്പിലിട്ടത് കഴിക്കലും ചായയും പഴംപൊരിയും കല്ലുമ്മക്കായും മുട്ടയും എല്ലാം കൂടെ അടിപൊളിയാക്കി.